അടച്ചിട്ടിരുന്ന സെക്രട്ടേറിയറ്റിന്റെ സമര കവാടം തുറന്നു. ഗേറ്റിന് മുന്നിലുണ്ടായിരുന്ന ബാരിക്കേഡും ഒരു വശത്തേക്ക് നീക്കി. UDF സർക്കാരിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ പ്രവൃത്തി ദിനത്തിലാണ് സമര ഗേറ്റ് തുറന്നത്. സുനിഷ അയ്യല്ലൂർ വിവരങ്ങളുമായി ചേരുകയാണ്. സുനിഷ, ശൈലി മാറ്റങ്ങൾ ദൃശ്യമായി തുടങ്ങിയോ? ഇതാണ് സെക്രട്ടേറിയറ്റിലെ ആ നോർത്ത് ഗേറ്റ്. അഥവാ നമ്മൾ സമരമൊക്കെ ഇങ്ങനെ രൂക്ഷിതമാകുന്ന സാഹചര്യത്തിൽ ഇതിനെ സമര ഗേറ്റ് എന്നാണ് വിളിച്ചിരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട പ്രത്യേകത, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ ഗേറ്റ് അടച്ചിട്ട നിലയിലായിരുന്നു. പക്ഷേ ഇന്നിതാ ഈ ഗേറ്റ് തുറന്നിട്ടുണ്ട്. VD സതീശൻ സർക്കാർ അധികാരമേറ്റ തൊട്ടടുത്ത ദിവസം തന്നെ ഇത്തരത്തിൽ ഈ സമര ഗേറ്റ് തുറന്നിരിക്കുന്നു. നേരത്തെ തന്നെ പറഞ്ഞതാണ്, സെക്രട്ടേറിയറ്റിലേക്ക് ആളുകൾക്ക് കയറുന്നതിലെല്ലാം ഉണ്ടായിരുന്ന കർശനമായ നിയന്ത്രണങ്ങളെല്ലാം മാറ്റുമെന്നുള്ളത്. ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ 10 വർഷം മുന്നെയൊക്കെ നേരത്തെയൊക്കെ ഈ നോർത്ത് ഗേറ്റ് സന്ദർശന സമയം വൈകുന്നേരം 3 മുതൽ 5 വരെ എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് സാധാരണക്കാർക്കും മാധ്യമപ്രവർത്തകർക്കുമെല്ലാം ഇതുവഴി കയറാമായിരുന്നു. വൈകുന്നേരം 3 മുതൽ 5 മണി വരെ മുഖ്യമന്ത്രിയുടെ പരിഹാര സെല്ലിലൊക്കെ പരാതി കൊടുക്കാനൊക്കെ എത്തുന്ന ആളുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ പിണറായി സർക്കാർ അധികാരമേറ്റതിന് ശേഷം പിന്നീട് ഈ നിരന്തരമായി ഈ ഗേറ്റിന് മുന്നിലുണ്ടാകുന്ന സമരം, അത് ചില സുരക്ഷാ വീഴ്ചകളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പിന്നീട് ഇത് അടക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇടക്കൊക്കെ ഇത് തുറന്നു കൊടുക്കാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കോവിഡിന്റെ സമയത്താണ് പൂർണ്ണമായും ഇത് പൂട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിരുന്നത്. ഈ ഗേറ്റ് പൂട്ടുക എന്ന് മാത്രമല്ല, തൊട്ടടുത്തായി കാണുന്ന ഈ ബാരിക്കേഡുകൾ ഇത് വെച്ച് ഇത് മറക്കുകയും ചെയ്യുകയുണ്ടായിരുന്നു. നിരന്തരമായി സമരമുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ആളുകൾ കയറുന്ന സാഹചര്യമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഗേറ്റ് പൂട്ടി അതിനു മുന്നിൽ ഇങ്ങനെ ഈ ബാരിക്കേഡുകൾ വയ്ക്കുന്നതായിരുന്നു സാധാരണയായി കണ്ടുവരുന്നത്. അങ്ങനെ സെക്രട്ടേറിയറ്റിലേക്ക് കയറുന്നതിന് ഇത്രയധികം നിയന്ത്രണം വന്നതോടുകൂടി അതിൽ മാറ്റം വരും, UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ എന്നുള്ളതായിരുന്നു നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്. അതിലൊരു മാറ്റം വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലേറെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇതിൻ്റെ തൊട്ടു മുന്നിലായി ഒരു ബോർഡ് ഇതിൻ്റെ അസോസിയേഷൻകാർ വെച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് കേറി വാടാ മക്കളെ, കേരളം പറഞ്ഞു കേറി വാടാ മക്കളെ എന്ന സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിൻ്റെ ഒരു ബോർഡ് കാണാം. അതുകൊണ്ട് തന്നെ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, ഈ സെക്രട്ടേറിയറ്റിലേക്കും പരാതിയുമായി എത്തുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് കേറി വാടാ മക്കളെ എന്നതാണ് എന്നുള്ളതാണ്. ഏതായാലും അത്തരമൊരു മാറ്റത്തിലേക്ക് UDF സർക്കാർ കടക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഈ ഭരണസിരാ കേന്ദ്രത്തിൽ തന്നെ ആദ്യത്തെ മാറ്റം വന്നിരിക്കുന്നു. ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്നുള്ളതാണ്. കണ്ടോൺമെന്റ് ഗേറ്റ് വഴിയും ഈ സമര ഗേറ്റ് വഴിയുമാണ് സാധാരണയായി ആളുകളും മറ്റ് മാധ്യമപ്രവർത്തകരുമൊക്കെ കയറാറുണ്ടായിരുന്നത്. ഇനി ഏത് രീതിയിലായിരിക്കും, പൂർണ്ണമായും കയറാനുള്ള സാഹചര്യം ഉണ്ടാകുമോ എന്നതെല്ലാം വഴിയെ അറിയേണ്ടതുണ്ട്. നിലവിലേതായാലും ഈ സമര ഗേറ്റ് അതാ തുറന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പൂർണ്ണമായും തുറന്നിട്ടുണ്ട്. ഇനി സന്ദർശക സമയം എപ്പോഴാണോ ആ സമയത്ത് കയറുന്നത് അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് കരുതുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.